ഭൃത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ. ഭൃത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ. ഉത്തരം നൽകിയതോർ തത്യാദരം തൃപ്പാദം തേടിടുന്നേൻ. അത്യാദരം തൃപ്പാദം തേടിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. ഗ്ലോറി ബി ടു ഗോഡ്. അതെ, സങ്കീർത്തനക്കാരനായ ദാവീദോട് കൂടി ചേർന്ന് നമുക്കും പറയുവാൻ കഴിയും, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശബ്ദം കേട്ടു. ഇപ്പോഴും കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാരുള്ളത് തന്നെ ചെയ്യും. എന്നാൽ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന, ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമായുള്ള പ്രാർത്ഥന നാം ചെയ്യുമ്പോൾ നിശ്ചയമായി ഏറ്റവും അനുഗ്രഹവും അത് ദൈവം നമ്മൾ അധികമായി പ്രസാദിക്കുവാൻ കാരണമായി തീരും. സ്തോത്രം. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 3 വചനത്തിൽ നാം വായിക്കുന്നു, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. ഏതാണ് അത്? അതിൻ്റെ 1-2 വചനങ്ങളെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഇതിൻ്റെ 3-ാം വചനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമായൊരു കാര്യം ഏതാണെന്ന് നാം വ്യക്തമായി വായിച്ചു കഴിഞ്ഞു. ഒന്നാമത്, സകല മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. രണ്ടാമത്, രാജാക്കന്മാർക്ക് വേണ്ടി. മൂന്നാമത്, അധികാരസ്ഥന്മാർക്ക് വേണ്ടി. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് പ്രസാദകരമായി തന്നെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായി അത് നമുക്ക് അനുഗ്രഹമായി തീരും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൽ നാം വായിക്കുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. അതെ, ശലോമോന് ദൈവം അങ്ങോട്ട് എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരു രാജാവാകുന്ന സ്ഥാനത്ത് ശലോമോന് ചോദിക്കാമായിരുന്നു. എന്നാൽ ശലോമോൻ വിവേകമുള്ളൊരു ഹൃദയം മാത്രമാണ് ചോദിച്ചത്. അത് കർത്താവിന് പ്രസാദമായി. താൻ ചോദിച്ചതിലും അപ്പുറമായ കാര്യങ്ങളെ കർത്താവ് ശലോമോന് നൽകി. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായിരുന്നാലും അതുപോലെ ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്കും എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാനും നമുക്ക് സഹായിക്കും. സ്തോത്രം. ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ ഈ നാടുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വരട്ടെ. സകല മനുഷ്യർക്കും ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അപ്പോൾ നമ്മുടെ സ്ഥിതികൾ ഭേദം വരുത്തുവാൻ വേണ്ടി മാത്രം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, മനഃപൂർവ്വമായിട്ട് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ദൈവകൽപ്പന നാം അനുസരിച്ച് സകല
മനുഷ്യർക്കും വേണ്ടി, അതുപോലെ തന്നെ ആമേൻ സ്വസ്ഥതയുള്ള ജീവനം കഴിക്കുവാൻ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, ആമേൻ മറ്റു രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം ചെലവിടാം. ആമേൻ സമയം വേർതിരിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായി കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു, നമ്മുടെ അവസ്ഥകളെ അറിയുന്നു. കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നല്ലതും പ്രസാദവുമായ ആമേൻ സ്തോത്രം പ്രാർത്ഥന നാം ദൈവസ്ഥാനത്തിൽ കഴിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും ആമേൻ നമ്മുടെ ആത്മീക ജീവിതത്തിനും ഒക്കെ അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Good morning. Have a nice day. May God bless you all.